നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമ പോസ്റ്റുമായി ബന്ധപ്പെട്ട് തർക്കം. മേജർ രവിക്കെതിരെ പരാതി നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പോലീസ് മേധാവിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കുമാണ് പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയത്. നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ പിണറായി വിജയൻ എത്തിയതുമായി ബന്ധപ്പെട്ട് മേജർ രവി നടത്തിയ പരാമർശമാണ് വിവാദമായത്. പരാതിക്ക് അടിസ്ഥാനം മേയർ രവി നടത്തിയ വസ്തുതാവിരുദ്ധവും അപകീർത്തികരവുമായ പരാമർശവും തുടർന്ന് നടന്ന നവമാധ്യമ പ്രചാരണവും അന്വേഷിക്കണമെന്നാണ് പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത്. നടൻ സലീം കുമാറിന് അന്തിമോപചാരം അർപ്പിക്കാൻ വി.ഡി. സതീശൻ എത്തിയതുമായി താരതമ്യപ്പെടുത്തിയായിരുന്നു മേജർ രവിയുടെ പരാമർശം. ഇന്നസെന്റ് മരിച്ച സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അദ്ദേഹം അന്ന് 56 കാറുകളുടെയും 560 പോലീസുകാരുടെയും 10 ഫയർ എഞ്ചിനുകളുടെയും അകമ്പടിയോടെയാണ് ഇന്നസെന്റിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയതെന്നായിരുന്നു മേജർ രവിയുടെ വിവാദ പരാമർശം. ഇതേ തുടർന്ന് നിരവധി നവമാധ്യമ ഹാൻഡിലുകൾ കൃത്രിമമായി ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു. സംഭവ ദിവസത്തെ യഥാർത്ഥ ദൃശ്യങ്ങളും കൃത്രിമമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ച പോസ്റ്റുകളുടെ ലിങ്കുകളും പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട്. കുറ്റകരവും അപകീർത്തികരവുമായ നവമാധ്യമ പ്രചാരണത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ശാസ്ത്രീയമായി അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരെ ശിക്ഷാ നടപടി ഉറപ്പാക്കണമെന്നും പിണറായി വിജയൻ പരാതിയിൽ ആവശ്യപ്പെട്ടു. ഈയിടയ്ക്കാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പ്രശംസിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചു മേജർ രവി വിവാദ പരാമർശം നടത്തിയത്. സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിൽ വി.ഡി. സതീശൻ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഷോളിടാമെന്ന ആളെ തടഞ്ഞതും ഓൺലൈൻ മാധ്യമങ്ങളെ തള്ളിക്കയറ്റി നിയന്ത്രിക്കാൻ മുന്നിട്ട് നിന്നതും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു പ്രശംസ. മറ്റുള്ളവർ വോട്ട് ചെയ്ത് നിങ്ങളെ അധികാരത്തിലേറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വേലക്കാരാണെന്നും അതാണ് വി.ഡി. സതീശൻ കാണിക്കുന്നതെന്നും മേജർ രവി പറഞ്ഞു. 2 മുഖ്യമന്ത്രിമാരുടെ വ്യത്യാസമാണ് നമ്മൾ കണ്ടത്. ഒന്ന്, കാരണഭൂതൻ എന്ന പാട്ടും പാടിച്ച് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഞാനാണ് വലുതെന്ന ചിന്തയിൽ നടക്കുന്ന വ്യക്തി. ഇപ്പുറത്ത് ഒരു വണ്ടിയും കൊണ്ടാണ് ഇന്നലെ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നത്. ഇന്നസെന്റ് ചേട്ടൻ മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി 56 വണ്ടിയും 560 പോലീസും 10 ഫയർഫോഴ്സും കൂടിയാണ് ആ ഇടവഴിയിലൂടെ പോയത്. നാട്ടുകാർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായി. ഞാനൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ 56 വണ്ടിയും 560 പോലീസ് സംരക്ഷണം വേണമെങ്കിൽ ജനങ്ങൾക്ക് എന്നെ വേണ്ട എന്നതല്ലേ, എന്നെ കൊല്ലാൻ നടക്കുന്നു എന്നതല്ലേ, പിന്നെ ആ സ്ഥാനത്ത് ഇരിക്കരുത്. ഇപ്പോഴവരിരുന്ന് നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ തോറ്റെന്ന് ഇപ്പോഴെങ്കിലും അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നതടക്കമുള്ള പരാമർശമാണ് മേജർ രവി നടത്തിയത്. പൊങ്ങച്ചം കാണിക്കരുതെന്ന് പറയണം. മറ്റുള്ളവർ വോട്ട് ചെയ്ത് നിങ്ങളെ അധികാരത്തിലേറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വേലക്കാരാണ്. അതാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി കാണിക്കുന്നത്. അദ്ദേഹം മുന്നോട്ടും അത് കൊണ്ടുപോകണം. ഉമ്മാക്കി എന്ന ഭാഷയൊക്കെ പാർലമെന്ററി ഭാഷയല്ല. വിരട്ടൽ ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് പറയുന്നു. ഒരു മുഖ്യമന്ത്രിയാണോ ഗുണ്ടാ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത്? അതൊക്കെ മാറി ഇപ്പോൾ. നല്ലൊരു മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. ആ ചിരിച്ച മുഖത്തോടു കൂടി നല്ല രീതിയിൽ പോകട്ടെ എന്ന ആഗ്രഹമാണ് എനിക്കുള്ളത് എന്നായിരുന്നു മേജർ രവിയുടെ വാക്കുകൾ. ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മേജർ രവി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.